ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഫോൺ എടുക്കുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് കൂടാറുണ്ടോ? ചില നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മളറിയാതെ തന്നെ ഹാർട്ട് ബീറ്റ് കൂടുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ടോ? എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നതെന്നറിയാമോ? നമ്മൾ നോർമലി ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ ചുമ്മാതെ ടെൻഷനാവുന്ന കാര്യമാണ് ഓട്ടോമേറ്റഡ് സ്ട്രെസ് എന്ന് പറയും. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ ആരുടെയെങ്കിലും മെസ്സേജ് വന്നില്ലെങ്കിൽ ചുമ്മാ ടെൻഷനാവും. അതല്ലെങ്കിൽ ഈ വരുന്ന മെസ്സേജിനകത്തുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് എന്തായിരിക്കും എന്നറിയാവുന്ന രീതിയിലാണെങ്കിൽ, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ്, അതുപോലെ എന്നെക്കൊണ്ടൊന്നിനും കൊള്ളൂല, ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്ട്രെസ്സ്. ഇങ്ങനെ നമ്മളറിയാതെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന കുറേ സ്ട്രെസ്സുണ്ട്. ഈ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിനത് നല്ലതല്ല. നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള സ്ട്രെസ്സ് അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് കറക്റ്റാണോ എന്നുള്ള ആ ഒരു ഫൈറ്റ് മോഡിലിങ്ങനെ ബ്രെയിൻ നിൽക്കും. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുകയും അത് നമുക്ക് ശരീരത്തിന് ദോഷമാകുകയും ചെയ്യും. അങ്ങനെ നമുക്ക് BP കൂടാം, ഷുഗർ കൂടാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, അതുപോലെ തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും വരാനുള്ള ഒരു കാരണമായിട്ടിത് മാറും. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയാവുന്ന ഒരു പയ്യൻ, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന പയ്യനാണ്. അമ്മയും മകനും അനിയത്തിയും ഉള്ള ഒരു കുടുംബത്തിലെയാണ്. ചെറിയ പ്രായത്തിലെ വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടു. അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പഠിപ്പ് നിർത്തി ജോലിക്ക് പോകാൻ തുടങ്ങി. അമ്മയെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന, അതായത് കൂലിപ്പണിയാണ്, അത് ചെയ്യാതുകൊണ്ടിരുന്ന അമ്മയെ ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തിയിട്ട് മകൻ ജോലിക്ക് പോകാൻ തുടങ്ങി. എന്നിട്ടും അവനെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന്, എന്നെ ആർക്കും വേണ്ട. ഈ ഒരു ചിന്താഗതി ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ അവൻ ചിന്തിക്കുന്നത്? എന്നെ ആരും നോക്കുന്നില്ല, എനിക്ക് ആരുമായിട്ട് ഒരിഷ്ടം തോന്നുന്നില്ല. വീട്ടിലുള്ളവർക്ക് ഇഷ്ടമല്ലേന്ന് ചോദിച്ചാൽ അമ്മയ്ക്കും അനിയത്തിക്കുമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതല്ലല്ലോ ജീവിതം. ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരാളുടെ മൈൻഡിൽ എപ്പോഴും ടെൻഷനായിരിക്കും. എന്നെ ആരും നോക്കുന്നില്ല, എനിക്ക് സൗന്ദര്യമില്ലേ, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് വരുത്തി വെക്കുന്ന സ്ട്രെസ്സാണ്. എന്നാൽ അവനൊരു ഉത്തരവാദിത്വമുണ്ടെന്നും അവനെ സ്നേഹിക്കുന്ന ഒരമ്മയുണ്ടെന്നും ഒരു സഹോദരി ഉണ്ടെന്നും ഒക്കെ ചിന്തിച്ച് ഞാൻ അവർക്ക് വേണ്ടി നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത്, എൻ്റെ ജീവിതം നല്ലതായി വരും എന്നവൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് നേരിടുന്നതാണ്. അതുപോലെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ജീവിത രീതികൾ കാണുമ്പോൾ എൻ്റെ ലൈഫ് എന്താണ് ഇതുപോലെ വരാത്തതെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ. സിനിമയിലായാലും സീരിയലിലായാലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫാമിലി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ കാണുമ്പോൾ എൻ്റെ ലൈഫ് പോയല്ലോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇത് ശരിക്കും അവരുടെ ലൈഫ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതും ഒരു സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് ഇങ്ങനെ മനസ്സിൽ കിടന്ന് അവർക്ക് ജീവിതത്തോട് തന്നെ ഒരു വിരക്തി തോന്നുന്ന രീതിയിലേക്ക് പോകും. ഫൈനാൻഷ്യലി ഒരുപാട് ബാക്ക്വേർഡ് ആണെങ്കിൽ, കടം കയറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
എത്ര ക്യാഷ് ഉണ്ടാക്കിയാലും ആ ഒരു കടം മാറുന്നില്ല എങ്കിൽ ആ ആളിന് എപ്പോഴും ടെൻഷനായിരിക്കും. ഫോണിലൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പം കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കുമോ എന്നെ വിളിക്കുന്നതെന്നോർത്ത് പുള്ളിയുടെ ഹാർട്ട് ബീറ്റ് കൂടും. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുന്ന ഉടനെ തന്നെ ഫോൺ നോക്കുമ്പോൾ അതിനകത്ത് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് വന്നില്ലെങ്കിൽ, മീൻസ് ഭാര്യയുടെ ആയാലും ഭർത്താവിൻ്റെ ആയാലും കാമുകൻ്റെ ആയാലും കാമുകിയുടെ ആയാലും ഏത് രീതിയിലുള്ള റിലേഷൻ്റെ ആയാലും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് അല്ല രാവിലെ വന്ന് കിടക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ അവർക്ക് സ്ട്രെസ്സായിരിക്കും. ഇതൊക്കെയാണ് നമ്മളെ എല്ലാ ദിവസങ്ങളിലും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. നൈറ്റാണെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചിലർ ഫോണും നോക്കിയിരിക്കുന്നത് കാണാം. മെസ്സേജ് വന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അന്നത്തെ ദിവസം അവർക്ക് ഉറക്കം ഉണ്ടാവില്ല. അങ്ങനെ പല രീതിയിലും നമ്മളായിട്ട് വരുത്തി വെക്കുന്ന സ്ട്രെസ്സ്, ഈ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ നേരിടാം? എന്താണ് അവിടെ ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് പെർമനൻ്റ് സ്ട്രെസ്സിലേക്ക് നമ്മൾ പോകും. ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചിന്തിച്ച് ഈ ഒരു ഹോർമോൺ ഇങ്ങനെ ശരീരത്തിൽ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. അവർക്കൊരിക്കലും ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കൂടുതൽ ആൾക്കാരും ഒരു ലഹരി യൂസ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് പോകും ഈ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ എണ്ണം കൂടും. ഡ്രിങ്ക്സ് എടുക്കുന്നവരാണെങ്കിലും അതിൻ്റെ എണ്ണം കൂടും. ഇതൊന്നുമില്ലാത്തവരാണെങ്കിൽ ഇപ്പം ഫാമിലിയിൽ ലേഡീസിനാണ് ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ വരും. ഒരു വീട്ടമ്മയ്ക്കാണ് ഇത് വരുന്നതെങ്കിൽ എന്താ അവർ ചെയ്യുന്നത്? അവർ ഇതേ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ അവർ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. കുട്ടികളോട് ആ സ്ട്രെസ് മൊത്തം തീർക്കും. അങ്ങനെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ മറ്റ് രീതിയിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഫാമിലിയുടെ സമാധാനം പോകും അവിടെ. ഈ സ്ട്രെസ്സിനെ നമുക്ക് മാറ്റിയെടുക്കണ്ടേ? BP കൂടുകയും ഷുഗർ കൂടുകയും അതുപോലെ കൊളസ്ട്രോൾ കൂടുകയും ഒക്കെ ചെയ്യും. ചിലർക്ക് സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ അവർക്ക് യാതൊരു അസുഖങ്ങളും വേറെ കാണത്തില്ല. എന്നാൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി നിൽക്കും. അതുപോലെ ചിലർക്കുണ്ടാകുന്ന മൂഡ് സ്വിങ് ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ വരെ പ്രശ്നങ്ങളുണ്ടാവും ഈ ഒരു സ്ട്രെസ്സ് കാരണം. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അതിന് കുറേ മാർഗങ്ങളുണ്ട്. ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ നോക്കാതിരിക്കുക. നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളായിരിക്കണം. അല്ലാതെ വരുന്ന ഫോൺ കോളുകളോ വരുന്ന മെസ്സേജസോ ആയിരിക്കരുത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എഴുന്നേൽക്കുക, മനസ്സിനെ കാമാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക, ഒരു 5 മിനിറ്റ് നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ദൂരെ മാറ്റി വെച്ചിട്ട് മറ്റ് സൗണ്ടുകളൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇരുന്ന് നോക്കൂ. ഈ പറയുന്ന സ്ട്രെസ്സിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ആ സമയത്ത് വേറെ ഒരു കാര്യവും ചിന്തിക്കരുത്. അപ്പം നിങ്ങൾക്ക് തോന്നും ഈ പറയുന്ന ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാളെങ്ങനെ ഇതൊക്കെ ചിന്തിക്കാതിരിക്കുമെന്ന്. പക്ഷെ ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യത്തെ ദിവസമൊക്കെ ഇത് പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫോക്കസ് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഫുഡ് കഴിക്കുന്ന രീതികൾ, 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ട എക്സർസൈസുകൾ, ഇതിനെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ
പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മാറ്റമുണ്ടാവും. അത് 100% ഉറപ്പാണ്. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചിരിക്കാതെ നിങ്ങൾക്ക് മാറണം എന്നുള്ള ഒരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്? ഞാൻ ഈ പറയുന്ന സ്ട്രെസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, യെസ് ഓർ നോ എന്ന്. നിങ്ങൾ ശരിക്കും എക്സസൈസ് ചെയ്യുമ്പോൾ രാവിലെ നിങ്ങൾ കുറച്ച് നേരം നടക്കൂ. ട്രെഡ്മില്ലിൽ അല്ലെങ്കിൽ വീടിനകത്തോ അല്ല, വെളിയിലിറങ്ങി നടക്കും. വെളിയിലിറങ്ങി പ്രകൃതിയിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങളെ കൊണ്ടൊക്കുന്ന സമയം നിങ്ങളൊന്ന് നടന്നു നോക്കൂ. ഈ സ്ട്രെസ് ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കുറയും. അതിനെ ബേൺ ചെയ്യാനുള്ള കഴിവ് ഈ ഒരു കാര്യത്തിനുണ്ട്. ഇതുപോലെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളെൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്കും കമൻറ്റിൽ അറിയിക്കാം. നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തന്ന് നിങ്ങളെ എങ്ങനെ ഈ സ്ട്രെസ്സിൽ നിന്ന് ഒഴിവാക്കാം എന്നതിൻ്റെ ഫുൾ അവെയർനെസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഞാൻ ജയന്തി പ്രകാശ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പുറത്ത് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം. നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് ഞാൻ ഉറപ്പ് തരണമെങ്കിൽ അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരുന്ന എന്നല്ല അതിനർത്ഥം. ഗൈഡൻസ് തരാം എന്നാണ്. പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു.